ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണം. കൂടുതൽ സർവീസ് നടത്തി KSRTC. ആവശ്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. കാലം ചെയ്ത കൽതായ സഭ മുൻ അധ്യക്ഷൻ ഡോക്ടർ മാർ അഫ്രേമിന്റെ പൊതുദർശനം തുടരുന്നു. മാർത്ത മറിയം പള്ളിയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ. ഖബറടക്കം വ്യാഴാഴ്ച. കോന്നി പയ്യനാമൺ പാറമേട അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തി. പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നത് വെല്ലുവിളി. കുന്നംകുളത്ത് 1 കിലോയിലധികം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് മുൻപും സമാന കേസിൽ ഉൾപ്പെട്ടവർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണം. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. സർക്കാർ അനുകൂല തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ മാസം 22 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും സ്വകാര്യ ബസ് ഉടമകൾ അറിയിച്ചു. എന്നാൽ സ്വകാര്യ ബസ്സുകളോടുന്ന മുഴുവൻ റൂട്ടുകളിലും സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചിട്ടുണ്ട്. ഒന്നടക്കം നിന്നാൽ ശശാങ്കനൊന്നും ഇവിടെ കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ തത്സമയം ചേരുന്നു. അഭിജിത്ത്, ജില്ലയെ സംബന്ധിച്ച് സമരം പൂർണ്ണമാണോ? നമുക്കറിയാം, സ്കൂളുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും അവധിയില്ലാത്ത ഒരു ദിവസമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബസ് പണിമുടക്കുമ്പോൾ യാത്രക്കാരെ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? തീർച്ചയായും ഇതെല്ലാം നമുക്കറിയാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വകാര്യ ബസ്സുകൾ സംസ്ഥാനത്ത് ഇത് പണിമുടക്ക് ഇത് ആദ്യമല്ല. ഇവരുടെ ആവശ്യങ്ങൾ നിരവധി തവണ സർക്കാരിന് മുന്നിൽ എത്തിയതാണ്. ഒട്ടനവധി തവണ സർക്കാരുമായും ഗതാഗത വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടത്തിയതാണ്. മുൻപ് നടത്തിയ സൂചനാ പണിമുടക്കുകളൊക്കെ തന്നെ പിന്നീട് ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നായിരുന്നു സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പലകുറി അങ്ങനെ ചർച്ചകളും യോഗങ്ങളും ഒക്കെ നടന്നു. എന്നാൽ ഇതുവരെയും അവരുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തുന്നത്. തൃശ്ശൂർ ജില്ലയിലും പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമാണ്. മലയോര മേഖലയിലായാലും അതുപോലെ നാടിൻ്റെ വിവിധ മേഖലയിലുള്ള സർവീസുകളൊക്കെ തന്നെ മുടങ്ങിക്കിടക്കുകയാണ്. തൊഴിലാളികൾ തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നിൽ കൃത്യമായ ഒരു നിർദ്ദേശം നൽകി ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് ഈ ഒരു സൂചനാ പണിമുടക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അത്തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ ഇപ്പോൾ അവർ ആവശ്യപ്പെടുകയാണ് വീണ്ടും. എന്തായാലും സംഘടനയുടെ സംയുക്ത യൂണിയൻ്റെ ഒരു ഭാരവാഹി ഉണ്ട് നമ്മളോടൊപ്പം. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം, എങ്ങനെയാണ് ചേട്ടാ ഇപ്പോൾ ആവശ്യങ്ങൾ എത്രത്തോളമാണ്? ഈ ഒരു സമരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സമരം ഒരു ബസ് ചാർജ് വർധനയ്ക്ക് വേണ്ടിയുള്ള സമരമല്ല. ഇതൊരു ബസ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അതുകൊണ്ടാണ് കൃത്യമായി ഈ 8-ാം തീയതി ഒരു സൂചന സമരം പ്രഖ്യാപിച്ച് 22-ാം തീയതി 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഒരു അനിശ്ചിതകാല സമരത്തിന് ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരമായി ഇതിനെ കാണേണ്ടതില്ല. ഇത് വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി 1 രൂപ നിരക്കിൽ ഏതാണ്ട് 12 വർഷത്തോളമായി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ചാർജ് വർധന പ്രാബല്യത്തിൽ വന്നിട്ട് അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ സ്വകാര്യ ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രമാണെന്ന് PCC പോലീസ് ക്ലിയറൻസ് നടപ്പാക്കിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഏതാണ്ട് 60-70% വരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അന്യസംസ്ഥാന തൊഴിലാളികളില്ലാത്ത ഒരു വലിയ മേഖലയാണ് ഇന്ന് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല. ആ മേഖലയെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ മേഖലയിലെ സ്വദേശീയരായ തൊഴിലാളികൾക്ക് PCC നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ PCC തൊഴിലാളികൾക്ക് നിർബന്ധമാക്കിയത് പിൻവലിക്കണമെന്നാണ് ഈ സംയുക്ത സമരസമിതി മുന്നോട്ട് വച്ചിട്ടുള്ള രണ്ടാമത്തെ വലിയ ആവശ്യം. ഈ 2 ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും സംയുക്ത സമരസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഞങ്ങൾ പറയാനുള്ളത്, നിരന്തരമായിട്ട് ഇവിടെ സമരങ്ങളും ജാഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി ഈ ജില്ലയിൽ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങേണ്ടായി. ഇത്ര ജനങ്ങൾ വലിയ യാത്രാ ദുരിതത്തിലാവുന്ന കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെക്കുന്ന ഒരു സമരം ആഹ്വാനം ചെയ്തിട്ട് ജനാധിപത്യ ബോധമുള്ള ഒരു മന്ത്രി ആ ഒരു ചർച്ച വിളിക്കുകയോ
അതിലൊന്ന് സംസാരിക്കാൻ തയ്യാറായി ഉണ്ടായിട്ടില്ല. കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെയും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നിരവധി ഗതാഗത മന്ത്രിമാർ ഈ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു ഗതാഗത മന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയധികം ജനങ്ങൾ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സമരം ആഹ്വാനം ചെയ്തിട്ട് ആ സമരത്തിന് ഒരു ചർച്ച വിളിച്ച് ചേർക്കാനുള്ള മര്യാദ പോലും കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി പാലിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഒരു സൂചനാ പണിപ്പുണക്ക് കൊണ്ട് വീണ്ടും അത്തരത്തിലുള്ളൊരു ചർച്ചയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ്? കേരളത്തിലെ ഈ സൂചനാ പണിമുടക്ക് പോലും ചിലപ്പോൾ ഒരു പക്ഷേ മന്ത്രി വിചാരിച്ചാൽ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഒരു മന്ത്രി ഗവൺമെൻറ്റിൻ്റെ നയം രൂപീകരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ നയരൂപീകരണത്തിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിലോ മറ്റു തലത്തിലോ ഒരു ചർച്ച നടത്തി പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ നയപരമായ തീരുമാനങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അതിൻ്റെ വകുപ്പ് മന്ത്രി തന്നെയാണ്. ആ വകുപ്പ് മന്ത്രി ഇന്നലെ തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്നു. ആ മന്ത്രിക്ക് ഇന്ന് സമരം തടക്കട്ടെ എന്ന് തന്നെയാണ് ആ മന്ത്രി വിചാരിച്ചത്. ആ ജനങ്ങൾ ബുദ്ധിമുട്ടട്ടെ എന്ന് തന്നെയാണ് മന്ത്രി വിചാരിച്ചത്. ആ മന്ത്രി വിചാരിച്ചത് ഇന്ന് നടപ്പായിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ ഈ സമരവുമായിട്ട് 22-ാം തീയതി കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും നിർബന്ധിതമായ ബസ് നിർത്തിവെക്കലിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഒരു സമയത്തും നമ്മുടെ ഇപ്പൊ സംയുക്ത യൂണിയനുകളുടെ ആഭിമുഖ്യത്തിലാണല്ലോ സൂചനാ പണിമുടക്ക് നടക്കുന്നത്. ഈ തൃശ്ശൂരിലെ കാഞ്ഞാണി ത്രിപുര മേഖലയിൽ നിരവധി ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നു എന്ന് കേട്ടു. അതെങ്ങനെയാണ്? അത് എല്ലാ കാലത്തും അങ്ങനെ ചില ആളുകൾ ഈ ബസ് സർവീസ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇന്ന് ആ ബസ്സിൽ കയറിയ യാത്രക്കാരോട് തന്നെ ചില നിങ്ങളെപ്പോലുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, ഈ സമരം ന്യായമാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ? ഇതൊരു ന്യായമായ സമരമാണ്. ഈ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 40-50 ലക്ഷം രൂപ ഒരു ബസ് നിരത്തിലിറക്കാൻ ചിലവാകുമ്പോൾ നമുക്ക് പണ്ട് നാടോടിക്കാറ്റ് എന്നൊരു സിനിമയാണ് ഓർമ്മ വരുന്നത് അല്ലേ? മോഹൻലാലിൻ്റെയും അതേപോലെ ശ്രീനിവാസനൊക്കെ പറയുന്ന ഒരു സംഭാഷണമുണ്ട്. അതിൽ ഞങ്ങൾക്കൊരു വീട് വേണം, ആ വീടിന് അറ്റാച്ച്ഡ് ബാത്റൂം വേണം, അതേപോലെ ടെന്നീസ് കളിക്കാനുള്ള സ്ഥലം വേണം, പക്ഷെ വാടക 250 രൂപ പാടുള്ളൂ അല്ലേ? ആ ഡയലോഗ് തന്നെയാണെന്ന് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന ഏറ്റവും വലിയ 40-50 ലക്ഷം രൂപയ്ക്ക് ഒരു ബസ് ഇറക്കിയിട്ട് 1 രൂപയ്ക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ പറയുന്ന വിദ്യാർത്ഥി സമൂഹം പോലും ഒരു പക്ഷേ പരസ്യമായി അംഗീകരിച്ചില്ലെങ്കിലും രഹസ്യമായി അവരെ പറയുന്നു ഈ ചാർജ് വർധന അവർ ആവശ്യപ്പെടുന്നതിലൊരു ന്യായമുണ്ട്. ന്യായമായ ഒരു ചാർജ് വർധനയ്ക്ക് ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന് ഈ ഭരണകക്ഷിയുടെ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾ പോലും പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് ഈ വ്യവസായത്തെ തള്ളിവിടുന്നതാരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കണ്ടേ? ആ നേതൃത്വം കൊടുത്ത അദ്ദേഹം ഈ സമരം മാറ്റിവെക്കാനുള്ള നടപടികൾ. അപ്പോഴുള്ള പ്രശ്നം നേരത്തെ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നില്ല. അതായത് ആ ഒരു യൂണിയൻ നമ്മുടെ സംയുക്ത ട്രേഡ് യൂണിയനിൽ ഇല്ലേ? അതെന്താ അറിയോ? അല്ലെന്താണ് ഇപ്പോൾ കിരൺ മോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് സർവീസാണ് ഇപ്പോൾ ബസ്സുകൾ ഓടുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഒരു സംഘടനയിലും ഇല്ല. അദ്ദേഹം ഒരു സംഘടനയിലില്ല. അദ്ദേഹം ഞാൻ ബസ് ഓടിക്കും, വേറെ ഒന്നുമില്ല, ഞാൻ ബസ് ഓടിക്കും, അങ്ങനെയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞങ്ങൾ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ശക്തൻ സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച് ആ ബസ് തടഞ്ഞത്. അദ്ദേഹത്തെ ഞങ്ങൾ മൂരാച്ചിയായിട്ട് ഇന്നും ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഒരൊറ്റ ബസ്സുകൾ ഇന്നിപ്പോൾ നിരത്തിലിറങ്ങിയിട്ടില്ല. ഈ കിരൺ മോട്ടേഴ്സിൻ്റെ 5-8 ബസ്സുകൾ മാത്രമാണ് കാഞ്ഞാണി റൂട്ടിൽ മാത്രമാണ് ബസ് ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി സംഘടനകൾ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഞങ്ങളുടെ ഡിമാൻഡുകൾ സംയുക്ത സമിതി ഉന്നയിച്ചിട്ടുള്ള 5 ഡിമാൻഡുകൾ, ഈ 5 ഡിമാൻഡുകളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ ഈ മാസം 22-ാം തീയതിക്കുള്ളിൽ സ്വീകരിച്ചില്ലെങ്കിൽ 22-ാം തീയതി മുതൽ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും ഇവിടെ നിർത്തിവയ്ക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. ഓക്കെ ഡെൽന, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നേതാക്കൾ പറഞ്ഞ പോലെ തന്നെയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും പണിമുടക്ക് ജില്ലയിൽ തുടരുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശ്ശൂർ തൃപ്രയാർ
ക്ഷമിക്കണം, തൃപ്രയാർ കാഞ്ഞാണി റൂട്ടുകളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഉടമസ്ഥതയിലുള്ള ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അവർക്കെതിരെ അത് സംഘടനയിൽ ഭാഗമായിട്ടുള്ള ഉടമസ്ഥനല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ശക്തമായ എതിർപ്പും ഇപ്പോൾ ഈ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ അവർ പ്രതിഷേധം ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും നിരവധി തവണയായിട്ടുള്ള ആവശ്യങ്ങളാണ്. സ്വകാര്യ സർവീസ് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുമുണ്ട്. പൊതുമേഖലയിൽ ഉള്ള KSRTC എന്ന പോലെ തന്നെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ സർവീസുകളും ജനോപകാരപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് അനിവാര്യമായ ചാർജ് വർധനവ് മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ സർവീസ് പെർമിറ്റിൻ്റെ കാര്യത്തിലടക്കം ലൈസൻസിൻ്റെ കാര്യത്തിലടക്കമുള്ള ചില ആവശ്യങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിരന്തരമായ ആവശ്യമാണ്. എന്തായാലും ഇപ്പോൾ ജില്ലയെ സംബന്ധിച്ച് സ്വകാര്യ ബസ്സുകളുടെ സമരം ഏറെക്കുറെ പൂർണ്ണമാണ്. എന്നാൽ ഈ പറഞ്ഞ തൃപ്രയാർ കാഞ്ഞാണി റൂട്ടിൽ ഒരു സർവീസ് മാത്രം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഡെൽന. അഭിജിത്ത്, അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല ബസ് സമരത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ട്രേഡ് യൂണിയൻ പറയുന്നത്, ബസ് ഉടമകളുടെ യൂണിയൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ KSRTC അധിക സർവീസ് നടത്തുന്നുണ്ട് എങ്കിൽ പോലും KSRTC എത്താത്ത ഭാഗങ്ങളിലെ ജനങ്ങൾ എത്രത്തോളം യാത്രക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു പണിമുടക്ക് അറിയാതെ ജില്ലയിൽ പ്രവേശിച്ച് എത്തിയവരുണ്ടാവും ജില്ലയിലേക്ക്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണ്? അക്കാര്യത്തെ സംബന്ധിച്ച് ഡെൽന പ്രത്യേകം പറയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചിലപ്പോൾ സൂചനാ പണിമുടക്ക് അല്ലെങ്കിൽ പെട്ടെന്നുള്ള പണിമുടക്കുകളൊക്കെ ആയിരുന്നു. ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് പൊതുവായ ധാരണയുണ്ട്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി തവണ ഇവർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനിശ്ചിതകാല സമരം അടക്കം പ്രഖ്യാപിച്ച് പിന്നീട് സർക്കാരുമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അത് പിന്നീട് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സമരത്തിൽ കൃത്യമായ ഡേറ്റ് അടക്കം അവർ മുൻകൂട്ടി തന്നെ വാർത്താ സമ്മേളനങ്ങളിലൂടെയും നിരന്തരമായ സമ്മേളനങ്ങളിലൂടെയും ഒക്കെ തന്നെ അവർ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇന്നത്തെ സ്വകാര്യ പണിമുടക്കിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ അങ്ങനെ നഗരത്തിലെത്തുകയോ അല്ലെങ്കിൽ ബസ് കിട്ടാതെ വലയുകയോ ഒരു സാഹചര്യമില്ല. അതേസമയം KSRTCയെ സംബന്ധിച്ച് ഇന്നത്തെ പണിമുടക്ക് പ്രമാണിച്ചുകൊണ്ട് തന്നെ KSRTC ആവശ്യക്കാർക്കനുസരിച്ച് ആ റൂട്ടുകളിലേക്ക് അധിക സർവീസ് നടത്തുന്നുണ്ട്. നമ്മൾ KSRTCയിലടക്കം പോയിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ടാകാം സാധാരണയിൽ കവിഞ്ഞൊരു തിരക്ക് KSRTCയിലും രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അഥവാ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ തിരക്കിയത് അവിടുത്തെ സ്റ്റേഷൻ ഓഫീസറോടക്കം തിരക്കിയപ്പോൾ കൊടുങ്ങല്ലൂർ അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തേക്ക് അത്തരത്തിലുള്ള ചേലക്കര അങ്ങനത്തെ ഭാഗങ്ങളിലേക്കുള്ള സർവീസുകളാണ് കൂടുതലായി നടത്തിയിട്ടുള്ളത്. ഓരോ അരമണിക്കൂർ വീതവും ആളുകൾക്കനുസരിച്ച് ഏത് ഭാഗത്തേക്കാണോ കൂടുതൽ ആവശ്യക്കാരുള്ളത് ആ ഭാഗത്തേക്ക് കൂടുതൽ സർവീസുകളാണ് ഇപ്പോൾ KSRTC നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കോ യാത്രാ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഒപ്പം തന്നെ നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ രാവിലെ നമ്മൾ എത്തിയപ്പോൾ ബസ്സുകളെല്ലാം തന്നെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. അതേസമയം ആളുകളൊന്നും തന്നെ അധികം ശക്തൻ സ്റ്റാൻഡിലേക്ക് എത്തുന്നില്ല, കാരണം നേരത്തെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് തന്നെ. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ സമാന്തര സർവീസ്, അതായത് ട്രാവലർ അടക്കമുള്ളവർ വന്ന് സമാന്തര സർവീസുകൾക്ക് ആളുകൾ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യപ്രകാരം സമാന്തര സർവീസ് നടത്താനും മുന്നോട്ട് വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പിന്നീട് ഉള്ളത് റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോയപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പരിധിയിൽ കവിഞ്ഞ് അല്ലെങ്കിൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ എത്തുകയോ അങ്ങനെയൊന്നുമില്ല. റിസർവേഷനോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുള്ളൊരു സാഹചര്യമായതിനാൽ തന്നെ ആ നിലയ്ക്കുണ്ടാകുന്ന ഒരു തിരക്ക് മാത്രമേ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ യാത്രാ ക്ലേശമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും മുൻകൂട്ടി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ സ്വകാര്യ ബസ്സുകൾ നമുക്കറിയാം, കോവിഡ് കാലത്തിന് ശേഷം സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം കോവിഡ് കാലത്തിന് ശേഷം ഈ മേഖല വല്ലാണ്ട് പ്രതിസന്ധിയിലാണ്. കാരണം എല്ലാവർക്കും ഒരു ഇരുചക്ര വാഹനം പോലും ഇല്ലാത്ത ഒരാൾ പോലും ഇപ്പോൾ സംസ്ഥാനത്തില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കൂടി, അതുകൊണ്ട് തന്നെ സ്വകാര്യ ഈ ബസ് സർവീസിനെ വല്ലാണ്ട് ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ
പോലും അവർ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും ഇത്തരം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് അവരുടെ സർവീസുകൾ മുന്നോട്ട് പോകേണ്ടതുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ന്യായമായ ആവശ്യമാണെന്ന് അവർ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ അടക്കം അവർ നേരിയ വർധനമാണ് ആവശ്യപ്പെടുന്നത്. ഇത് വിദ്യാർത്ഥി സംഘടനകൾ പോലും പരോക്ഷമായി ഇതിനെ പിന്തുണയ്ക്കുന്നുവെന്നും സംഘടനാ നേതൃത്വം ഇപ്പോൾ വിലയിരുത്തുകയാണ്. ആ ഒരു ആവശ്യമാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിക്കടക്കം മുന്നോട്ട് വെക്കുന്നത്. ആ സമയം തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഈ ഒരു നിസ്സഹകരണത്തെ അവർ വല്ലാണ്ട് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും യാത്രാക്ലേശം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല, കാരണം മുൻകൂട്ടി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ. അത്തരത്തിൽ എന്തായാലും സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സൂചനാ പണിമുടക്ക് ജില്ലയിൽ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ മുന്നോട്ട് പോവുകയാണല്ലോ. ശരി അഭിജിത്ത്, ജില്ലയിൽ ബസ് സമരം ഏറെക്കുറെ പൂർണ്ണമാണ് എന്നാണ് അഭിജിത്ത് വിവരങ്ങൾ നൽകുന്നത്. നമുക്കറിയാം ഈ ഒരു പണിമുടക്ക് ഇനി അനിശ്ചിത കാലത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിവരങ്ങളാണ് അഭിജിത്ത് തലച്ചിറ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സ്വകാര്യ ബസ് സമരം തീരമേഖലയിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. അതേസമയം സമരദിനത്തെ നേട്ടമാക്കാൻ അധിക സർവീസുകളുമായി KSRTC രംഗത്തിറങ്ങി. കൊടുങ്ങല്ലൂർ ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്നും വിവിധ റൂട്ടുകളിൽ KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് 6 ബസ്സുകളും വൈറ്റിലയിലേക്ക് 3, മാലിങ്കര വഴി 1 ബസ്സുമാണ് അധിക സർവീസ് നടത്തുന്നത്. തൃശൂർ, ഇരിങ്ങാലക്കുട ഡിപ്പോകളിൽ നിന്നും KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. എറണാകുളം, ഗുരുവായൂർ റൂട്ടിൽ KSRTC പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ ഗ്രാമീണ മേഖലയിലെ പൊതുഗതാഗതം പാടെ സ്തംഭിച്ചു. ബസ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും ഹാജർ നിലയിൽ കുറവുണ്ടായി. കാലം ചെയ്ത കൽതായ സഭ മുൻ അധ്യക്ഷൻ ഡോക്ടർ മാർ അപ്രേമിന്റെ പൊതുദർശനം തുടരുന്നു. ഇന്നും നാളെയും തൃശൂർ മാർത്താ മറിയം വലിയ പള്ളിയിൽ പൊതുദർശനം ഉണ്ടാകും. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേരാണ് മാർ അപ്രേമിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. വ്യാഴാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. തുടർന്ന് നഗരി കാണിക്കൽ ചടങ്ങ് നടക്കും. ഉച്ചയ്ക്ക് 1 മാർത്താ മറിയം വലിയ പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് ഖബറടക്കം. പ്രവർത്തനങ്ങൾക്ക് വിഘ്നം ഉയർത്തുന്ന ഏതൊരു സംരംഭത്തിനും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ആഗോള സഭാധ്യക്ഷ സ്ഥാനത്തോളം വലിപ്പമുണ്ട് തൃശൂരിന്റെ സ്വന്തം മാർ അപ്രേം തിരുമേനിക്ക്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ വിയോഗം സാംസ്കാരിക നഗരിയിൽ സൃഷ്ടിക്കുന്ന ശൂന്യത നികത്താൻ ആകാത്തതാണ്. സാധാരണക്കാരന്റെ ചിന്തയും ഭാഷയുമായിരുന്നു മാർ അപ്രേം തിരുമേനിയുടെയും മുഖമുദ്ര. അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സഭാ പ്രവർത്തനവും. തൃശൂർ വലിയ പള്ളിയുടെയും അരമനയുടെയും അമരക്കാരനായിരിക്കുമ്പോഴും സാംസ്കാരിക നഗരിയുടെ പൊതുമണ്ഡലത്തിൽ സദാ കർമ്മനിരതനായി അപ്രേം തിരുമേനി എന്നുമുണ്ടായിരുന്നു. സരസവും ജീവിതാനുഭവങ്ങളും ഇടകലർത്തിയുള്ള ലളിതമായ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരെയും പിടിച്ചിരുത്തുന്നതായിരുന്നു. ചരിത്രം ഇഷ്ടവിഷയമാക്കിയ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പുതുതലമുറയ്ക്ക് പുത്തൻ അറിവുകൾ സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾക്ക് അന്താരാഷ്ട്ര അക്കാദമിക് കോൺഫറൻസുകളിൽ പോലും വൻ സ്വീകാര്യത ലഭിച്ചു. സഭയുടെ മാത്രമല്ല, തൃശൂർ സാംസ്കാരിക നഗരിയായി രൂപാന്തരപ്പെട്ടതുവരെയുള്ള ഏടുകൾ പലപ്പോഴായി സ്വന്തം രചനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. യാത്രാവിവരണങ്ങളും ജീവിതകഥയും ആത്മകഥയും ഫലിതങ്ങളുമെല്ലാം ആ വലിയ നല്ലിടയന്റെ തൂലികയ്ക്ക് കൂടുതൽ പകിട്ടേകി. തൻ്റെ അറിവ് പകർന്നു നൽകുന്നതിനൊപ്പം പുതിയ അറിവുകൾ നേടാൻ വാർദ്ധക്യത്തിന്റെ അവശതകൾ ഒരിക്കലും അദ്ദേഹത്തിന് തടസ്സമായില്ല. അതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റുകൾ. ഇതിലൂടെ അറിവിന്റെ മഹത്വം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനും ഇതുവഴി അവർക്ക് പ്രചോദനമേകാനും അദ്ദേഹത്തിനായി. സഭയുടെ പാത്രിയാർക്കീസ് പദവിയിലേക്ക് വരെ ഉയർന്നു കേട്ട നാമധേയമായിരുന്നു മാർ അപ്രേമിൻ്റേത്. ഇടക്കാലത്ത് സഭയുടെ താൽക്കാലിക ആഗോള തലവനായും പ്രവർത്തിച്ചു. അങ്ങനെ പൗരസ്ത്യ കൽതായ സുറിയാനി സഭയുടെ ആഗോള അധ്യക്ഷ സ്ഥാനത്തോളം ഉയർന്ന തൃശൂരിന്റെ ഈ അഭിവന്ദ്യ സ്മരണ മായാതെ
മങ്ങാതെ എന്നും നിലകൊള്ളും. പ്രണാമം. പത്തനംതിട്ട കോന്നി പയ്യനാമൺ ചെങ്കളത്തുണ്ടായ പാറമട അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ഫയർഫോഴ്സും NDRF സംഘവും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് താൽക്കാലികമായി നിർത്തിയത്. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച ശേഷം തിരച്ചിൽ പുനരാരംഭിക്കും. സ്ഥലത്ത് വീണ്ടും പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നത് രക്ഷാപ്രവർത്തനത്തിന് ആശങ്കയാണ്. അപകടമുണ്ടായ പാറമടയ്ക്ക് 2026 ഫെബ്രുവരി വരെ പെർമിറ്റ് ഉണ്ടായിരുന്നതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. ക്വാറിക്കെതിരെ നേരത്തെ നാട്ടുകാർ മലിനീകരണം അടക്കമുള്ള പരാതികൾ നൽകിയിരുന്നുവെന്നും എന്നാൽ പരിശോധനയിൽ അത്തരത്തിലൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നും കളക്ടർ പറഞ്ഞു. എന്നാൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചോ അനുവദിച്ച സ്ഥലത്തായിരുന്നോ പാറ പൊട്ടിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തും. ജിയോളജി വകുപ്പിനോട് വിശദമായ റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. കുന്നംകുളത്ത് 1.2 കിലോ കഞ്ചാവുമായി കാണിപ്പയ്യൂർ പുതുശ്ശേരി സ്വദേശികളെ കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തു. കാണിപ്പയ്യൂർ സ്വദേശി പുളിയാംപറമ്പിൽ വീട്ടിൽ മജോ, പുതുശ്ശേരി സ്വദേശി ചാലക്കൽ വീട്ടിൽ നിജിൽ എന്നിവരാണ് അറസ്റ്റിലായത്. മേഖലയിൽ പ്രതികൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി എക്സൈസ് ഉദ്യോഗസ്ഥർ പ്രതികളെ നിരീക്ഷിച്ചു വരുന്നതിന് ഇടയിലാണ് ഇന്നലെ രാത്രി 9 മണിയോടെ ചൂണ്ടൽ സെന്ററിൽ നിന്ന് എക്സൈസ് സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ബൈക്കിൽ ഇരുവരും കഞ്ചാവ് വിൽപ്പനയ്ക്കായി പോവുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രതികൾ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്ക് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. മുൻപും കഞ്ചാവുമായി പ്രതികൾ പിടിയിലായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചൂണ്ടൽ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെ അവാർഡ് ജേതാക്കളെ ആദരിക്കുന്ന മുന്നോട്ട് 2025 സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി, കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ, തലപ്പള്ളി താലൂക്ക് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ചെയർപേഴ്സൺ NK പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു. അക്കാദമിക് രംഗം കൂടി വിട്ടാൽ പിന്നീട് കായിക രംഗത്ത്, കലാരംഗത്ത്, അത് ഈ പറഞ്ഞ പോലെ സംസ്ഥാന ദേശീയ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുണ്ടത്തിക്കോട് യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ ചേർന്നു. യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രാജു മാരാത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VS ഗോവിന്ദസ്വാമി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് MK മുഹമ്മദ് കുട്ടി ഹാജി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MM രഘുനാഥൻ, സംസ്ഥാന കൌൺസിലർ TT ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് TJ ബേബി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ IV ദാസ് അനുസ്മരണം നടത്തി. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം EH സഹീർ, മട്ടത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല സെക്രട്ടറി KV ഷാജു എന്നിവർ സംസാരിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണ പരിപാടികൾ സമാപിച്ചു. മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാപന യോഗം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കൌൺസിൽ പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് അരിയല്ലൂർ, KP ആലി, KA വിശ്വംഭരൻ, PG സുബിദാസ് തുടങ്ങിയവർ സംസാരിച്ചു.
അബ്ദുൽ ലത്തീഫിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ടോപ്പർ EA ബാസില ആണ് ഇനി ആദരിക്കുന്നത്. തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷയിൽ വിജയിച്ച ചരിത്ര നേട്ടവുമായി എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 100%, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 95%, VHSC വിഭാഗത്തിൽ 93% വിജയം നേടിയാണ് സ്കൂൾ വിജയോത്സവം ആഘോഷിച്ചത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയായ ചടങ്ങിൽ PTA പ്രസിഡന്റ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ V സജിത്ത്, മാനേജർ RP മുഹമ്മദ് അബ്ദുൾ ബഷീർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ചക്രംകണ്ടം നവജീവൻ റോഡ് നാടിനെ സമർപ്പിച്ചു. നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചിലവിട്ട് 110 മീറ്റർ ദൂരത്തിൽ ടൈൽ വിരിച്ചാണ് റോഡ് നിർമ്മിച്ചത്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷെഫീർ അധ്യക്ഷത വഹിച്ചു. A മുഹമ്മദ് ഗൈസ്, ഷാനി റജി, മിനി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂങ്കുന്നം രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. SI AR നിഖിൽ ഉദ്ഘാടനം ചെയ്തു. രാജു പൂങ്കുന്നം അധ്യക്ഷത വഹിച്ചു. പ്രദീപ് കൃഷ്ണൻകുട്ടി, K നളിതാക്ഷൻ, കുര്യൻ മുട്ടത്ത്, സുരേഷ്, രവി, ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭ ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച ഓഡിറ്റോറിയം തുറന്നുകൊടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ 2024-25 വർഷത്തെ പദ്ധതി വിഹിതമായ 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ആധുനിക രീതിയിൽ ഓഡിറ്റോറിയം നവീകരിച്ചത്. യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർമാരായ ബിജു C ബേബി, VK സുനിൽകുമാർ, സെക്രട്ടറി KB വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്കൂളിലെ NSS വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ ലഹരി വിരുദ്ധ പ്രചരണ നൃത്തവും അരങ്ങേറി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോറസ്ട്രി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വനമഹോത്സവം ആഘോഷിച്ചു. വിദ്യാർത്ഥികളിൽ വനത്തിന്റെ പ്രാധാന്യവും ഗുണങ്ങളും വിശദമായി മനസ്സിലാക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ നടന്നു. വിദ്യാർത്ഥികൾ സ്കൂളിലെ വിദ്യാവനം സന്ദർശിക്കുകയും വനസംരക്ഷണ പ്രതിജ്ഞ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. പ്രകൃതി സംരക്ഷണത്തെ ആസ്പദമാക്കിയ പോസ്റ്റർ പ്രദർശനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിവിധ തരം വൃക്ഷങ്ങളുടെ ദൃശ്യാവിഷ്കാരവും നടത്തി. മാനേജർ ഫാദർ ബെഞ്ചമിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കൂബ് OAC, അഡ്വക്കേറ്റ് മാത്തു ചാക്കപ്പൻ, ആൻഡ്രിയ റോജൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് VK തോമസ് അധ്യക്ഷത വഹിച്ചു. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ വാടേരിയാട്ടിൽ, തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KG പോൾസൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സീനിയർ കോൺഗ്രസ് അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന മനക്കുടി പുള്ളു റോഡിൽ ഗതാഗതം നിലച്ചിട്ട് 1 മാസത്തോളത്തായി. കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കേണ്ട ഗതികേടിൽ യാത്രക്കാർ. പുള്ള് വിനോദസഞ്ചാര കേന്ദ്രത്തിലും ആളുകൾ എത്താതായി. ചാഴൂർ, ചേർപ്പ്, പാറള മേഖലകളിൽ നിന്നുമുള്ള വെള്ളം അന്തിക്കാട്, അരിമ്പൂർ, മണലൂർ, കോൾ മേഖലകളിലൂടെയാണ് ഒഴുകി ഏനമാവ് റെഗുലേറ്റർ വഴി കടലിൽ പോകേണ്ടത്. മഴക്കാലമായാൽ മനക്കൊടി പുള്ളു പ്രദേശം മുതൽ കാഞ്ഞാണി, പെരുമ്പുഴ വരെ KLDCയുടെ പ്രധാന ചാലിൽ കുളവാഴയും ചണ്ടിയും കരിവാരിയും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും. തടസ്സങ്ങൾ നീക്കേണ്ട ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥയാണ് മനക്കൊടി വാരിയം പടവിലും അഞ്ചുമുറി പടവിലും ചാഴൂർ, പാറളം മേഖലകളിലും വെള്ളം ഒഴിയാത്തതിൻ്റെ കാരണമെന്ന് കർഷകർ ആരോപിച്ചു. മാത്രമല്ല, മനക്കൊടി പുള്ളു റോഡ് പലയിടത്തും താഴ്ന്നു കിടക്കുന്നതിനാൽ മെയിൻ ചാലിൽ കുളവാഴകൾ മൂലം ഒഴുക്ക് നിലയ്ക്കുമ്പോൾ വെള്ളം റോഡ് കവിഞ്ഞ് പാടശേഖരത്തിലേക്ക് ഒഴുകി കൃഷിനാശം സംഭവിക്കൽ പതിവാവുകയാണ്. റോഡ് 1 മീറ്ററോളം ഉയർത്തണമെന്നാവശ്യപ്പെട്ട്
കർഷകർ മന്ത്രിമാർക്കടക്കം നിവേദനം നൽകിയിരുന്നു. ഏകദേശം 5-6 വർഷങ്ങളായിട്ട് കാലവർഷം വരുമ്പോൾ യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ദുരിതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ റോഡ് 2 മീറ്ററോളം ഉയർത്തിയാൽ മാത്രമേ ഈ PWD റോഡിൽ കൂടെ സുഗമമായി പോകാൻ സാധിക്കുള്ളൂ. ഈ അരിമ്പൂർ പഞ്ചായത്തും അതേപോലെ തന്നെ ഈ പ്രദേശത്തെ കോൾ മേഖലയിലുള്ള കർഷകരെല്ലാം കൂടി ഒരുപാട് നിവേദനങ്ങൾ PWDക്ക് കൈമാറിയിട്ടുണ്ട്. PWD മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്, MLA ഇടപെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ അടിയന്തരമായി തന്നെ ഈ റോഡ് 1 മീറ്ററെങ്കിലും ഉയർത്തി നമ്മുടെ യാത്രക്കാർക്ക് സുഗമമായി പോകുന്നതിന് വേണ്ടി ഉള്ള സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പെരുമ്പുഴ മണലൂർ പ്രദേശങ്ങളിൽ കൂടുതൽ സ്ലൂയിസുകൾ നിർമ്മിക്കുകയും ചാലിലെ തടസ്സം യഥാസമയം മാറ്റുകയും ചെയ്തെങ്കിൽ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്ന് കർഷകർ പറഞ്ഞു. പുഴകളിലൊക്കെ വെള്ളം കുറഞ്ഞു, പക്ഷേ ഇവിടെ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ല. അതിനൊരു പ്രധാന കാരണം നമ്മുടെ ഈ മെയിൻ കനാലിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് ഈ വർഷം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറിഗേഷൻ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു, പക്ഷേ അവർ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. പിന്നെ ഇവിടെ വെള്ളം പോകാത്തതിന് മെയിൻ കാരണം ഈ സ്ലൂയിസുകളുടെ കുറവാണ്. ഈ ബണ്ടുകൾ വരുമ്പോൾ അതിന് ആവശ്യാനുസരണം സ്ലൂയിസുകൾ കൊടുത്തില്ലെങ്കിൽ ഈ വെള്ളം മനക്കൊടി പ്രദേശത്ത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ ദുരിതമായിട്ട് നിൽക്കും. റോഡ് വെള്ളത്തിലായതിനാൽ പുള്ള് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും ആളുകൾക്ക് എത്താനാകാത്ത സ്ഥിതിയാണ്. ഇതോടെ ജലസവാരി നിർത്തിവെക്കുകയും തട്ടുകടകൾ അടയ്ക്കേണ്ടി വരികയുമായിരുന്നു. ഇവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവർ ഇപ്പോൾ വരുമാനം നിലച്ച അവസ്ഥയിലാണ്. തൃപ്രയാർ ഭാഗത്തു നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ ജില്ലാ ഭരണകേന്ദ്രത്തിലേക്ക് എത്താനാകുന്ന മനക്കൊടി പുള്ള് റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണം. കൂടുതൽ സർവീസ് നടത്തി KSRTC. ആവശ്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കും. കാലം ചെയ്ത കൽതായ സഭ മുൻ അധ്യക്ഷൻ ഡോക്ടർ മാർ അപ്രേമിന്റെ പൊതുദർശനം തുടരുന്നു. മാർത്താമറിയം പള്ളിയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ. ഖബറടക്കം വ്യാഴാഴ്ച. കോന്നി പയ്യനാമൺ പാറമേട് അപകടത്തിൽ കാണാതായ തൊഴിലാളിക്കായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തി. പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നത് വെല്ലുവിളി. കുന്നംകുളത്ത് 1 കിലോയിലധികം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് മുൻപും സമാന കേസിൽ ഉൾപ്പെട്ടവർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.